ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ലിൻഡലിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. എന്തിനാണ് ലിൻഡൽ കൊടുക്കുന്നത്, പിന്നെന്താ, ഏതൊക്കെ ടൈപ്പ് ലിൻഡലുകളുണ്ട്, ഇത്രയാണ് നമ്മൾ ലിൻഡൽ എന്ന് പറഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് അതാണ് ആർച്ചിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ലിൻഡലിൻ്റെ ക്ലാസ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, പണ്ട് നമ്മൾ ഈ ജനലിൻ്റെ മുകളിലൊക്കെ ഈ ലിൻഡലിൻ്റെ പർപ്പസായിട്ട് തന്നെ നമ്മൾ ആർച്ച് പോലെ, അതായത് ലിൻഡൽ തന്നെ നമ്മൾ ആർച്ചിൻ്റെ രൂപത്തിൽ കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മുമ്പത്തെ പഴയ വീടുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇപ്പം നമ്മൾ അങ്ങനെ ലിൻഡലിന് മുകളിൽ മാത്രമല്ല അല്ലേ, നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ ആർച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർച്ച് എങ്ങനെയാണ്, അത് നമുക്ക് എല്ലാ ആർച്ചുകളും ഒരേ രൂപത്തിലല്ല അല്ലേ ഇരിക്കുന്നത്, പല ഷേപ്പുകളിലുണ്ട് നമുക്ക് ആർച്ച്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു സെമി സർക്കുലർ ആർച്ച് കൊടുക്കുന്ന പോലെ, ഒരു പള്ളികളൊക്കെ വരുമ്പോൾ അവിടെ കൊടുക്കുന്ന ആർച്ചുകൾക്ക് വ്യത്യാസമുണ്ട്. മുസ്ലിം പള്ളിയാണെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്ന ആർച്ചുകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ ഷേപ്പാണ്. ഈ ഷേപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നമ്മൾ എന്താ പറയുക, നിങ്ങൾ പ്രാക്ടിക്കൽ ബേസിൽ നിങ്ങൾക്കതിന് അതിൻ്റെ മൗൾഡ് ഉണ്ടാവും. ആ മൗൾഡിലായിരിക്കും നിങ്ങളത് ഉണ്ടാക്കുന്നത്. നമുക്കതിൻ്റെ ജോമെട്രി, ആ മൗൾഡ് ഉണ്ടാക്കുന്ന ചില ജോമെട്രി ആണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഈ ആർച്ചിലെ പല ഷേപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമ്മൾ ഒരു ആർച്ച് ഉണ്ടാക്കുന്നത്. പല ടൈപ്പ് ആർച്ചുകളുണ്ട്, അതെങ്ങനെയാണ് നമുക്ക് ആ ഷേപ്പിലേക്ക് നമ്മളത് ആക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ആർച്ചിന് കുറച്ച് ഭാഗങ്ങളുണ്ട്, അതായത് പാർട്സുകളുണ്ട് പഠിക്കാനായിട്ട്. ആ പാർട്സുകളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ മേസണറി പഠിച്ച സമയത്ത് ബ്രിക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളെന്ന് പഠിച്ചില്ലേ, ഹെഡർ, സ്ട്രക്ചർ, ക്യൂൻ ക്ലോസർ എന്നൊക്കെ പറഞ്ഞിട്ട്, കിങ് ക്ലോസർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരുകളൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അതേപോലെ തന്നെ ആർച്ചിനും നമുക്ക് എന്തുണ്ട്, കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 1 വേർഡ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും 1 or 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നമുക്കിത് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ആർച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ആർച്ചിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ആർച്ചിൻ്റെ ഒരു പിക്ചർ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പിക്ചർ അനുസരിച്ചിട്ട് അതിൽ കുറച്ച് പേരുകളും മാർക്ക് ചെയ്തിട്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം എന്താ വെച്ചാൽ ഓരോ അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആർച്ചിനെ കണ്ടിട്ട്, ആ ആർച്ചിൻ്റെ രൂപം കണ്ടിട്ട് ആ പേരുകളെ അതേ രീതിയിൽ വിലയിരുത്താം. നിങ്ങൾ ജസ്റ്റ് കേട്ട് പോവല്ല, ആർച്ചിനെ വെച്ചിട്ട് ആ ഓരോ ഭാഗങ്ങൾ, അപ്പോൾ പിന്നെ അത് മനസ്സിൽ നിൽക്കും. പിന്നെ നമുക്കത് ഏത് ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഈ ആർച്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇൻട്രഡോസ് എന്നാണ് വാക്ക് എഴുതിയിട്ടുള്ളത്. ഇൻട്രഡോസ് എന്നാണ് എഴുതിയിട്ടുള്ളത്, INTRDOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രഡോസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ആർച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഇൻട്രഡോസ് എന്ന ഭാഗം എഴുതിയിരിക്കുന്നത് എവിടെയാണ്, അടിയിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ആ കർവിൻ്റെ അവിടെയാണ് ഇൻട്രഡോസ് എന്ന് എഴുതിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്, ആർച്ചിൻ്റെ ഇന്നർ കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രഡോസ് എന്ന് പറയുന്നത്. ഇൻട്രഡോസ് എന്നാൽ ഉള്ളിലുള്ളത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വരുന്നത് ഇൻട്രഡോസ് എന്ന് പറയുന്നത്. അതായത് ഒരു ആർച്ച് നമ്മൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ആർച്ചിന് എന്തായാലും വീതി ഉണ്ടാവുമല്ലോ, ഡെപ്ത് ഉണ്ടാവുമല്ലോ, നമുക്ക് തിക്നെസ് ഉണ്ടാവുമല്ലോ. അതിൻ്റെ അകത്ത് വരുന്ന കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രഡോസ് എന്ന് പറയുന്നത്. ഉള്ളിലെ കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രഡോസ് എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെയാണ് ആർച്ചിൻ്റെ പുറത്തും ഒരു കർവ് ഉണ്ടായിരിക്കും. ആ തിക്നെസ് വരുമ്പോൾ അല്ലേ, ആ തിക്നെസ് കാണിക്കുമ്പോൾ നമുക്ക് അകത്തും പുറത്തും നമുക്ക് കർവുകൾ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പുറത്തെ കർവിനെ നമ്മൾ പറയുന്നതാണ്, നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണ് അവിടെ എഴുതിയിട്ടുണ്ട്, എക്സ്ട്രഡോസ് എന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ അത് പഠിച്ചു പോവുക. അതായത് ഒരു ആർച്ചിൻ്റെ ഇന്നർ കർവിനെ, അതായത് ഉള്ളിലത്തെ കർവിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, ഇൻട്രഡോസ് എന്ന്. അതുപോലെ തന്നെ ഒരു ആർച്ചിൻ്റെ പുറത്തെ കർവിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, എക്സ്ട്രഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പേരുകളും ഇപ്പം തന്നെ
അത് മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക. ഒരു ആർച്ചിലെ ഇന്നർ കർവിനെ എന്ത് പറയുന്നു? ഇൻട്രഡോസ് എന്നും, ഇൻട്രഡോസ്. അതുപോലെ തന്നെ ഔട്ടർ കർവിനെ എക്സ്ട്രഡോസ് എന്നും നമ്മൾ പറയുന്നു. ഈ രണ്ട് പേരുകളും മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. പറയാൻ കാരണമുണ്ട്, ഇതിൻ്റെ അടിയിൽ നമുക്ക് വേറൊരു പേരും കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും മിക്കപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പലരും തെറ്റിച്ചെഴുതാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത്. ഇന്നർ കർവിനെ ഇൻട്രഡോസ് എന്നും ഔട്ടർ കർവിനെ എക്സ്ട്രഡോസ് എന്നും നമ്മൾ പറയുന്നു. ഇനിയിപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു പോയിൻ്റ് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്, കീ എന്ന് പറഞ്ഞിട്ട്. ഈ സെൻറ്റർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീ എന്ന് പറയുന്നത്. ഒരു ആർച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കർവ് വരച്ചാലും ആ കർവിന് ഒരു സെൻറ്റർ ഉണ്ടായിരിക്കും അല്ലേ? ആ സെൻറ്ററിനെ നമ്മൾ എന്താണ് പറയുന്നത്? കീ എന്നാണ് നമ്മൾ പറയുന്നത്. ആ സെൻറ്ററിൽ വെക്കുന്ന ബ്രിക്കിനെ നമ്മൾ കീ സ്റ്റോൺ എന്ന് നമ്മൾ പറയും. മനസ്സിലായി? അപ്പോൾ ഈ സെൻറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീ എന്ന് പറയുന്നത്. ആ സെൻറ്ററിൽ വെക്കുന്ന സ്റ്റോണിനെ നമ്മൾ കീ സ്റ്റോൺ എന്നാണ് നമ്മൾ പറയുക. കാരണം അവിടെ നമ്മൾ അത് നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. അവിടെ വരച്ച് വരുമ്പോൾ അവിടുത്തെ ബ്രിക്കിന് ഒരു ഷേപ്പിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു വി ഷേപ്പ് പോലെ ആയിരിക്കും ചിലപ്പോൾ വരിക. ചിലപ്പോൾ അവിടുത്തെ ബ്രിക്ക് കുറച്ച് വലുതായിരിക്കും, ചിലപ്പോൾ വളരെ ചെറുതായിട്ടൊരു വി ഷേപ്പിലൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആ സെൻറ്റർ ഭാഗത്തിനെ പറയുന്നതാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന സ്റ്റോണിനെ പറയുന്ന പേരാണ് കീ സ്റ്റോൺ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇൻട്രഡോസ് എന്താണ്, എക്സ്ട്രഡോസ് എന്താണ്, കീ എന്താണ്. ഓക്കെ. അപ്പോൾ ഇൻട്രഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ കർവിന്, ഒരു ആർച്ചിൻ്റെ ഇന്നർ കർവ്, അതായത് അകത്തെ കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രഡോസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അപ്പോൾ ഇൻട്രഡോസ്, എക്സ്ട്രഡോസ്, കീ, ഈ 3 വാക്കുകൾ നമ്മളിപ്പോൾ പഠിച്ചു. ഇനി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം റൈസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. റൈസ്, അത് ആ ആർച്ചിൻ്റെ ഇന്നർ കർവ് മുതൽ ആ ഒരു ലൈൻ ഒക്കെ എടുത്തിട്ടുണ്ട്. അവിടെ സ്പ്രിങ്ങിങ് ലൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സ്പ്രിങ്ങിങ് ലൈൻ വരെയുള്ള ഇതിൻ്റെ ഈ ഹൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൈസ് എന്ന് പറയുന്നത്. റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റാണ് ഉദ്ദേശിക്കുന്നത്. എവിടെ മുതൽ? ഈ സ്പ്രിങ്ങിങ് ലൈൻ മുതൽ നമ്മുടെ ആർച്ചിൻ്റെ ഇന്നർ കർവിലെ സെൻറ്റർ വരെയാണ്. ഇന്നർ കർവിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം റൈസ് ആവില്ല കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഈ സ്പ്രിങ്ങിങ് ലൈൻ്റെ ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു പോയിന്റ് ഇട്ടിട്ട് അത് ആർച്ചിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ റൈസ് എന്ന് പറയില്ല. നമ്മുടെ ഈ സെൻറ്റർ പോയിന്റിലേക്ക് കണക്ട് ചെയ്യണം. അതായത് സ്പ്രിങ്ങിങ് ലൈനിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മുടെ ആർച്ചിൻ്റെ സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? റൈസ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ സ്പ്രിങ്ങിങ് ലൈൻ എന്താണെന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മളൊരു ആർച്ച് കൊടുക്കുമ്പോൾ, ഇപ്പോൾ ലിൻഡൽ കൊടുക്കുന്ന കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു ആർച്ച് കൊടുക്കുമ്പോൾ 2 പില്ലറുകൾക്ക് ഇതിലായിട്ടാണ് നമ്മൾ ഈ കൊടുക്കുന്നത് അല്ലേ? മറ്റേ ലിൻഡൽ കൊടുക്കുമ്പോഴായാലും ആർച്ച് കൊടുക്കുമ്പോഴായാലും. അപ്പോൾ ഈ 2 പില്ലറുകൾക്കിടയിലുള്ള ഈ ഒരു ഇമാജിനറി ലൈനാണത്. അങ്ങനെ ഒരു ലൈൻ അവിടെ ഇല്ല അല്ലേ? നമ്മൾ അങ്ങനെ ഒരു ലൈൻ അവിടെ ഇടുമോ? അവിടെ വരെ നമ്മൾ ബ്രിക്കൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടുമോ? ഇല്ല. അതൊരു എന്താണ്? ആ 2 പില്ലറുകൾ തമ്മിലുള്ള, നമ്മുടെ ആർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ 2 പോയിന്റുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അതൊരു ഇമാജിനറി ലൈൻ പോലെ, അതാണ് അത് ഡോട്ടഡ് ലൈനിൽ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ സെൻറ്റർ മുതൽ നമ്മുടെ ഇന്നർ കർവിൻ്റെ സെൻറ്റർ വരെ, അതായത് കീ പോയിന്റ് വരെയുള്ള ആ ഹൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്നർ കർവിൻ്റെ സെൻറ്റർ കേട്ടോ. ആ സെൻറ്റർ വരെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈസ് എന്ന് പറയുന്നത്. ആ റൈസ് തുടങ്ങുന്നതാണ് നമ്മുടെ സ്പ്രിങ്ങിങ് ലൈനിൽ നിന്ന്. അപ്പോൾ ആ സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ 2 പോയിന്റുകൾ, നമ്മുടെ 2 അറ്റങ്ങളിലുള്ള 2 പില്ലറുകൾക്കിടയിലുള്ള ആ ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇമാജിനറി ലൈൻ ആയതുകൊണ്ടാണ് അതിനെ ഡോട്ടഡ് ലൈനിൽ നമുക്ക് കാണിച്ചിട്ടുള്ളത്. ഇനി സ്പാൻ എന്ന് പറയും. അത് തന്നെയാണ് അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത്. 2 പില്ലറുകൾക്കിടയിലുള്ള ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ സ്പാൻ എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു ആർച്ച് വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ സ്പാൻ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തരിക. സ്പാൻ ഇപ്പോൾ എത്രയാണ്? 2 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ, 5 മീറ്റർ, 6 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് 8 മീറ്ററോ 10 മീറ്ററോ ഒക്കെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അളവ് തരുന്നത് ഈ സ്പാൻ എന്ന് പറഞ്ഞിട്ടാണ് തരിക. അപ്പോൾ സ്പാൻ എന്ന് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. 2 പില്ലറുകൾക്കിടയിലുള്ള പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? സ്പാൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റൈസും സ്പാനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സാധാരണ നമ്മൾ
കൊടുക്കുമ്പോൾ റൈസൊക്കെ കൊടുക്കുമ്പോൾ റൂഫിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ 1/3 നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ ആർച്ചിന് നമുക്ക് അതിൻ്റെ റൂൾസുകളുണ്ട്, അതിൻ്റെ റൈസ് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. ഏതൊക്കെയാണ്, എത്ര വേർഡുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്? ഇൻട്രഡോസ് എന്താന്ന് പറഞ്ഞു, എക്സ്ട്രഡോസ് എന്താന്ന് പറഞ്ഞു, കീ എന്താന്ന് പറഞ്ഞു, റൈസ് എന്താന്ന് പറഞ്ഞു, സ്പ്രിങ്ങിങ് ലൈൻ എന്താന്ന് പറഞ്ഞു, സ്പാൻ എന്താന്ന് പറഞ്ഞു. ഇങ്ങനെ 6 എണ്ണമാണ് പറഞ്ഞത്. അതിൽ ഇൻട്രഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ കർവിനെ ഇൻട്രഡോസ് എന്നും ഔട്ടർ കർവിനെ എക്സ്ട്രഡോസ് എന്നും നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ റൈസ്, സ്പ്രിങ്ങിങ് ലൈൻ, സ്പാൻ. ഓക്കെ, ഇനി അടുത്തത് ഇതിൽ വരുന്നത് ഏതാണ് പോയിന്റ് വരുന്ന നോക്കിയേ? അബട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാർക്ക് ചെയ്തിരിക്കണം കണ്ടോ? അബട്ട്മെൻറ്റ്. ഈ അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പിയർ, ഇവിടെ പിയർ എന്നാണ് എഴുതിയിട്ടുള്ളത് കണ്ടോ? ഇവിടെ പിയർ എന്നാണ് എഴുതിയിട്ടുള്ളത്, ഇവിടെ അബട്ട്മെൻറ്റ് എന്നാണ്. അതായത് പിയർ എന്ന് പറഞ്ഞാലും അബട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മളിതിൽ പിയർ എന്നുള്ള വാക്കിനേക്കാൾ കൂടുതൽ അബട്ട്മെൻറ്റ് എന്നുള്ള വാക്കായിരിക്കും തിയറിക്കലി നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിയറും അബട്ട്മെൻറ്റും ഒന്ന് തന്നെയാണ്. പില്ലറിന് തന്നെയാണ് നമ്മൾ ആ 2 എൻഡിലുള്ള വോളായിട്ട് പില്ലറായിക്കോട്ടെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബട്ട്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇതിലിങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതിങ്ങനെ ബ്രിക്ക് കൺസ്ട്രക്ട് ചെയ്ത് ആർച്ച് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഈ ഒരു ചെരിഞ്ഞ ഭാഗമില്ലേ, ഇവിടെ നിന്നാണ് നമ്മുടെ ആർച്ച് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ സർഫസ് നിങ്ങൾ നോക്കിയേ, ചെരിഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്? ആ സർഫസ് ഒരു ചെരിഞ്ഞ സർഫസാണ് അതിന്. അപ്പോൾ ഇതിന് ഈ ആർച്ച് തുടങ്ങുന്ന ആ സ്റ്റാർട്ടിങ്ങിലെ ആ സർഫസിനെ പറയുന്ന പേരാണ് സ്ക്യൂ ബാക്ക് എന്നാണ് നമ്മൾ പറയുക. ഇവിടെ എഴുതിയിട്ടുണ്ട് സ്ക്യൂ ബാക്ക്, SKEWBACK, സ്ക്യൂ ബാക്ക്. എന്താണ് സ്ക്യൂ ബാക്ക് എന്ന് പറഞ്ഞാൽ? ഒരു ആർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സർഫസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ക്യൂ ബാക്ക്. അത് മിക്കതും എങ്ങനെയായിരിക്കും? ചെരിഞ്ഞതായിരിക്കും. എല്ലാ ആർച്ചിനും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ആർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സർഫസിനെ പറയുന്ന പേരാണ് എന്ത്? സ്ക്യൂ ബാക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് ഇങ്ങനെ പോകുമ്പോൾ കാണാം ഹോഞ്ച് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹോഞ്ച് എന്ന് പറഞ്ഞിട്ട് HAUNCH, ഹോഞ്ച്. ഹോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർച്ചിൻ്റെ ഹാഫ് പോർഷനെയാണ് നമ്മൾ ഹോഞ്ച് എന്ന് പറയുന്നത്. അതായത് ഈ സെൻറ്റർ മുതൽ ഈ സ്ക്യൂ ബാക്ക് വരെയുള്ള, കീ മുതൽ സ്ക്യൂ ബാക്ക് വരെയുള്ള ഈ ഒരു ഹാഫ് പോർഷനില്ലേ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോഞ്ച് എന്ന വാക്ക് കൊണ്ട് നമ്മൾ. ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അത്ര എന്താ പറയുക പോപ്പുലറായിട്ടുള്ള വാക്കുകളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്താണെന്നുള്ളത് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ ഹോഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റർ മുതൽ, ആർച്ചിൻ്റെ സെൻറ്റർ മുതൽ സ്ക്യൂ ബാക്ക് വരെ കിടക്കുന്ന ആർച്ചിൻ്റെ ഹാഫ് പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോഞ്ച് എന്ന വാക്ക് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ നോക്കുമ്പോൾ അടുത്തത് എന്താ എഴുതിയിരിക്കണേ? വോയിസേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ? വോയിസേഴ്സ്, VOUSSOIRS, വോയിസേഴ്സ്. അതായത് ഈ ആർച്ചിൽ ഉപയോഗിക്കുന്ന ബ്രിക്കിനെ പറയുന്ന പേരാണ് എന്ത്? വോയിസേഴ്സ്. ബ്രിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോയിസേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആർച്ചിൽ ഉപയോഗിക്കുന്ന ബ്രിക്കിനെ പറയുന്ന പേരാണ് വോയിസേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ കാണാം സ്പാൻഡ്രിൽ. ഇതും ഈ ഹോഞ്ചും സ്പാൻഡ്രിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊക്കെ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. കാരണം ഈ വാക്കുകളൊന്നും നമുക്ക് പരിചയമില്ലാത്തതും നമ്മൾ യൂസ് ചെയ്യാത്തതുമായിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചോദിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ ഈ സ്പാൻഡ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആർച്ച് കണ്ടോ, ഒരേ പില്ലറിൽ നിന്ന് തന്നെ 2 സൈഡിലേക്കും ആർച്ചുകൾ പോകുന്നുണ്ട്. പില്ലർ ഒന്ന് തന്നെയാണ് 2 സൈഡിലേക്കും. അങ്ങനെ ഈ 2 സൈഡിലേക്കും ആർച്ചുകൾ പോകുമ്പോൾ നിങ്ങൾ അതിൻ്റെ മുകളിൽ ഒരു ഡോട്ടർ ലൈൻ കാണിച്ചിട്ടുണ്ട്. ആ ഡോട്ടർ ലൈനും ഈ 2 ആർച്ചിൻ്റെ കർവും കൂടി നോക്കുമ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ പോലെ ഒരു പോർഷൻ ഉണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഈ 2 ആർച്ചുകളുടെ സ്റ്റാർട്ടിങ്ങും ഈ മുകളിലത്തെ ഇമാജിനറി ലൈനും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ പോലെ രൂപപ്പെടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പാൻഡ്രിൽ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഒരേ പില്ലറിൽ നിന്ന് 2 ആർച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടോപ്പുകൾ തമ്മിൽ, അതായത് ഈ ആർച്ചിൻ്റെ ടോപ്പും ഈ ആർച്ചിൻ്റെ ടോപ്പും തമ്മിൽ ചേർത്ത് ഒരു ഇമാജിനറി ലൈൻ പോലെ പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ രൂപപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പാൻഡ്രിൽ എന്ന വാക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അതുപോലെ തന്നെ ഇപ്പോൾ ഈ കീ എന്ന് പറയുന്നത് സെൻറ്റർ ഭാഗത്തിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. ആ സെൻറ്റർ പോയിന്റ് ഉണ്ട്, നമുക്ക് സെൻറ്റർ പോയിന്റ് ഉണ്ട്, അതായത് ഈ കീയുടെ തന്നെ സെൻറ്റർ പോയിന്റ് ഉണ്ട്. ആ സെൻറ്റർ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രൗൺ എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താ, കിരീടമല്ലേ. നമ്മളിത് എവിടെ വെക്കുക, ഏറ്റവും ടോപ്പ് നമ്മുടെ തലയിലാണ് വെക്കുന്നത്. അതേപോലെ തന്നെ ഈ ആർച്ചിൻ്റെ ഏറ്റവും ടോപ്പിൽ, നമ്മളത് ടോപ്പിലാണ് അത് മാർക്ക് ചെയ്യുക, ഏറ്റവും ടോപ്പിൽ സെൻറ്റർ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രൗൺ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലേതൊക്കെ നമ്മൾ പറഞ്ഞു, ഇൻട്രഡോസ് പറഞ്ഞു, സോഫിറ്റ്. അടുത്തതാണ് സോഫിറ്റ്. സോഫിറ്റ് നമ്മൾ പറഞ്ഞില്ല. ഞാൻ ഈ ഇൻട്രഡോസ് പറഞ്ഞ സമയത്ത് നിങ്ങളോട് പറയുന്നതിൻ്റെ അടിയിൽ വേറൊരു ഭാഗം കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതായത് ഇതിൻ്റെ ഇന്നർ കർവിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻട്രഡോസ് എന്ന് പറയുന്നത്. അത് കർവാണ്, പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്നർ കർവാണ്. അതായത് ആ വളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻട്രഡോസ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ അടിയിലൊരു സർഫസ് ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്, അതിനൊരു തിക്നെസ്സും കൂടി കൊടുക്കുമ്പോൾ ഈ ആർച്ചിൻ്റെ അടിയിൽ ഒരു ആർച്ചിൻ്റെ സർഫസ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആർച്ചിൻ്റെ അണ്ടർ സർഫസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഫിറ്റ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. SOFFIT, സോഫിറ്റ്. സോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആർച്ചിൻ്റെ അണ്ടർ സർഫസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഫിറ്റ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ടർ സർഫസ് ഉണ്ടായിരിക്കില്ലേ ആർച്ചിന്, ഇന്നർ സർഫസ് ഉള്ള പോലെ തന്നെ എന്തുണ്ടായിരിക്കും, ഔട്ടർ സർഫസും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഔട്ടർ സർഫസിന് നമ്മൾ ബാക്ക് എന്ന വാക്ക് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻട്രഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്, ആർച്ചിൻ്റെ ഇന്നർ കർവിനെയാണ് നമ്മൾ ഇൻട്രഡോസ് എന്ന് പറയുന്നത്. ആർച്ചിൻ്റെ അകത്തെ സർഫസിനെയാണ്, അതായത് ഇന്നർ സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർച്ചിൻ്റെ പുറത്തുള്ള കർവിനെ, ഔട്ടർ കർവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, എക്സ്ട്രഡോസ് എന്ന് പറയുന്നത്. വോയിസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർച്ചിൽ നമ്മൾ കൊടുക്കുന്ന അതിലുള്ള ബ്രിക്കിനെ പറയുന്ന പേരാണ് എന്ത്, വോയിസേർ എന്ന് പറയുന്നത്. ക്രൗൺ എന്ന് പറഞ്ഞാൽ എക്സ്ട്രഡോസിൻ്റെ സെൻറ്റർ പോയിന്റ്, അതായത് ആർച്ചിൻ്റെ ഔട്ടർ കർവിൻ്റെ ഏറ്റവും സെൻറ്റർ പോയിന്റിനെ നമ്മൾ ക്രൗൺ എന്ന് പറയുന്നു. കീ എന്ന് പറഞ്ഞാൽ ക്രൗണിൽ ഉറപ്പിച്ചിട്ടുള്ള ആ ഭാഗത്തിന് നമ്മൾ കീ എന്നും, ആ സ്റ്റോണിനെ, ആ അവിടെ വെച്ചിട്ടുള്ള സ്റ്റോണിനെ നമ്മൾ കീ സ്റ്റോൺ എന്നുമാണ് നമ്മൾ അറിയപ്പെടുന്നത്. സ്പാൻഡ്രിൽ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ആർച്ച്, ഒരേ പില്ലറിൽ നിന്ന് പോകുന്ന രണ്ട് ആർച്ചുകൾ തമ്മിലുള്ള അതിൻ്റെ ടോപ്പ് പോയിന്റുകൾ, അതായത് ക്രൗണുകൾ തമ്മിൽ ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പാൻഡ്രിൽ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, സ്ക്യൂ ബാക്ക്. ആർച്ചിൻ്റെ സ്റ്റാർട്ടിങ് അല്ലേ, ആർച്ച് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അതിൻ്റെ ആ ഒരു സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്യൂ ബാക്ക് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ സ്പ്രിങ്ങിങ് പോയിന്റ് ഉണ്ട്. ഇപ്പം നമ്മൾ സ്പ്രിങ്ങിങ് ലൈൻ വരച്ചില്ലേ, എന്താ പറയുക, രണ്ട് പില്ലറുകൾക്കിടയിലുള്ള ഒരു ഇമാജിനറി ലൈനെയാണ് നമ്മൾ സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത് പറഞ്ഞു. അതുപോലെ തന്നെ സ്പ്രിങ്ങിങ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ സ്പ്രിങ്ങിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്, അതായത് ഇതിൻ്റെ ഈ സ്പ്രിങ്ങിങ് ലൈൻ തുടങ്ങുന്ന പോയിന്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഈ സ്പ്രിങ്ങിങ് ലൈൻ അവസാനിക്കുന്ന പോയിന്റിൽ, ഇതാണ് രണ്ട് പോയിന്റ്, സ്പ്രിങ്ങിങ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സ്പ്രിങ്ങിങ് പോയിന്റുകൾക്ക് തമ്മിൽ ഇടയിലുള്ള ഒരു ഇമാജിനറി ലൈനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പ്രിങ്ങിങ് ലൈനും സ്പ്രിങ്ങിങ് പോയിന്റും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് രണ്ട് പോയിന്റുകൾ, നമ്മുടെ രണ്ട് പില്ലറുകൾക്കിടയിലുള്ള ആ സ്പാനിൻ്റെ രണ്ട് പോയിന്റുകളാണ് സ്പ്രിങ്ങിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ സ്പ്രിങ്ങിങ് പോയിന്റുകൾ ചേർത്ത് വരച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മുടെ സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്ന ഒരു ഇമാജിനറി ലൈൻ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിലെന്താ പറയുന്നത്, സ്പ്രിങ്ങിങ് ലൈൻ പറഞ്ഞു, സ്പ്രിങ്ങിങ് പോയിന്റ്, സ്പ്രിങ്ങിങ് ലൈൻ, പിന്നെന്താണ് സ്പ്രിങ്ങർ. സ്ക്യൂ ബാക്കിൻ്റെ തൊട്ടടുത്ത ആദ്യത്തെ ബ്രിക്കിനെ പറയുന്നതാണ്. നമ്മൾ ഇതിൽ വെക്കുന്ന ഒരു ആർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്ക്യൂ ബാക്കിൻ്റെ ആ സർഫസിൽ നമ്മൾ ആദ്യം വെക്കുന്ന ബ്രിക്കിനെ പറയുന്നതാണ് എന്ത്, സ്പ്രിങ്ങർ എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ അബട്ട്മെൻ്റ് എന്ന് പറഞ്ഞു, ആർച്ചിൻ്റെ അറ്റത്തെ സപ്പോർട്ടിനെയാണ് നമ്മൾ അബട്ട്മെൻ്റ് എന്ന് പറയുന്നത്. ആ പിയർ തന്നെയാണ് അബട്ട്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ പിയർ എന്ന് പറഞ്ഞാൽ ആർച്ചിൻ്റെ
ഇടയിൽ ഇപ്പം ഇതുപോലെ നമുക്ക് ഇപ്പം ഇവിടെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പുറത്ത് വേറെ ഒരു പില്ലറും കൂടി ഉണ്ടാവില്ലേ. അപ്പം ഇതുപോലെ സെൻറ്ററിൽ വരുന്നതിനെയാണ് നമ്മൾ പിയർ എന്ന് പറയുന്നത്. അറ്റത്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം എന്താണ്, പില്ലറുകളും പിയറുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ സെൻറ്ററിലേ കൊടുക്കുന്നതിനെ നമ്മൾ പിയർ എന്നും സൂചിപ്പിക്കുന്നു, അറ്റത്താണെങ്കിൽ നമ്മൾ അതിനെ അബട്ട്മെൻറ്റ് എന്നും നമ്മൾ സൂചിപ്പിക്കുന്നു. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഹോഞ്ച് എന്താന്ന് പറഞ്ഞു അല്ലേ. അതായത് ഒരു ആർച്ചിൻ്റെ ഹാഫ് പോർഷന്, അതായത് ക്രൗൺ മുതൽ അതിൻ്റെ സ്ക്യൂ ബാക്ക് വരെയുള്ള ഹാഫ് പോർഷനെ പറയുന്ന പേരാണ് എന്ത്, ഹോഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ആർക്കേഡ്, അത് കഴിഞ്ഞാൽ ആർച്ചിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന അതിൻ്റെ ലെയറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർക്കേഡ് എന്ന് പറയുന്നത്. പിന്നെ റിങ്, ആർച്ചിനുള്ളിൽ സർക്കുലറായിട്ട് നിർമ്മിക്കുന്ന ഒരു ഇത്, അതിൻ്റെ അകത്ത് ഉള്ളിൽ 2-3 ലെയറുകളൊക്കെ വരുമ്പോൾ വരുന്ന അതിൻ്റെ ഉള്ളിലൊരു നിരയിനെയാണ് നമ്മൾ റിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക്, അതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല, എന്നാലും നമുക്കത് മനസ്സിലാക്കി വെക്കാമെന്ന് മാത്രം. പിയറിൻ്റെയോ അബട്ട്മെൻറ്റിൻ്റെയോ ഏറ്റവും മുകൾ ഭാഗത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ലെയർ ഉണ്ടായിരിക്കും. ആ ലെയറിനെയാണ് നമ്മൾ ഇമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ആർച്ച് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ ആ ഭാഗം ഒരു കുറച്ചൊന്നും ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടായിരിക്കും. ആ ഭാഗത്തിനെയാണ് നമ്മൾ ഇമ്പോസ്റ്റ് എന്ന് പറയുന്നത്. സെൻറ്റർ അഥവാ സ്ട്രൈക്കിംഗ് പോയിന്റ്, എക്സ്ട്രഡോസ് ആർക്കിൻ്റെയും ആർച്ച് റിങ്ങിൻ്റെയും ഇൻട്രഡോസിൻ്റെയും ജോമെട്രിക്കൽ സെൻറ്റർ പോയിന്റ് ആണ് നമ്മൾ സെൻറ്റർ അഥവാ സ്ട്രൈക്കിംഗ് പോയിന്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ പറയണത് എന്താണെന്നറിയോ. ഇപ്പം നമുക്കിതൊരു സെമി സർക്കുലർ ആർച്ച്, ഇതിങ്ങനെ വരയ്ക്കുന്ന ആർച്ച് ആയതുകൊണ്ട് ഇതിന് നമുക്ക് ഒരു സെൻറ്ററേ ഉള്ളൂ, മനസ്സിലായോ. പക്ഷേ ഇനി ഇതല്ലാതെ നമ്മൾ വേറെ ഒറ്റ സെൻറ്റർ അല്ലാത്ത ആർച്ചുകൾ നമ്മൾ വരയ്ക്കുന്നുണ്ട്. അതായത് 2 സെൻറ്ററുള്ള ആർച്ച്, 3 സെൻറ്ററുള്ള ആർച്ച്, 4 സെൻറ്ററുള്ള ആർച്ച്, 5 സെൻറ്ററുള്ള ആർച്ച് വരെ നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് പറയുക. അതിൻ്റെ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ അനുസരിച്ച് സെൻറ്ററുകൾക്ക് വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സെൻറ്റർ അഥവാ സ്ട്രൈക്കിംഗ് പോയിന്റ്. അതിന് പ്രത്യേകം സെൻറ്റർ എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഒരു സെൻറ്റർ പോയിന്റ് ഉള്ള ആർച്ച് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വേറെ. പക്ഷേ നമുക്ക് 5 സെൻറ്റേർഡ് ആർച്ച് വരെ നമുക്ക് വരുന്നുണ്ട്, 5 സെൻറ്ററുകളുള്ള ആർച്ച് വരെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നത്. പിന്നെ സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. 2 പില്ലറുകൾക്കിടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പാൻ എന്ന് പറയുന്നത്. അടുത്ത റൈസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സ്പ്രിംഗ് ലൈനിൻ്റെ സെൻറ്റർ മുതൽ ഇൻട്രഡോസിൻ്റെ സെൻറ്റർ വരെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈസ് എന്ന് പറയുന്നത്. പിന്നെ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ്. അപ്പോൾ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും തെറ്റി പോവാറുണ്ട്, ഡെപ്തും റൈസും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാറുണ്ട് പലപ്പോഴും. കാരണം എന്താണെന്ന് വെച്ചാൽ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൈസ് എന്ന് പറയുന്നത് ഈ സ്പ്രിങ്ങിങ് ലൈനും ആർച്ചിൻ്റെ ഇന്നർ കർവ് വരെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ റൈസ് എന്ന് പറഞ്ഞത്. ഡെപ്ത് എന്ന് പറയുന്നത് ഈ ആർച്ചിൻ്റെ ഉള്ളിലത്തെ ഡിസ്റ്റൻസ് ഇല്ലേ, ഇത് എത്ര ആണ് എന്നുള്ളത്, ആർച്ചിൻ്റെ തിക്നെസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആർച്ചിൻ്റെ കനം അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ്, അതിൻ്റെ ഡെപ്ത്, അതിനെയാണ് നമ്മൾ ഡെപ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ 20 സെൻറ്റിമീറ്ററിൻ്റെ ആർച്ചാണെങ്കിൽ അതിൻ്റെ തിക്നെസ് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും, അതാണ് അതിൻ്റെ ഡെപ്ത്. ഇനി 30 സെൻറ്റിമീറ്ററിൻ്റെ ആർച്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിക്നെസ് 30 ആയിരിക്കും, അതാണ് അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഡെപ്ത് എന്ന് പറയുന്നത് ആർച്ചിൻ്റെ തിക്നെസ്സും റൈസ് എന്ന് പറയുന്നത് സ്പ്രിങ്ങിങ് ലൈനും ആർച്ചിൻ്റെ ഇന്നർ കർവും തമ്മിലുള്ള ആ ഒരു ഹൈറ്റുമാണ് റൈസ് എന്ന് പറയുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനായിട്ട് പാടില്ല. റൈസ് എന്താണെന്നുള്ളത് ഈ ചിത്രത്തിൽ നോക്കിയിട്ട് അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഡെപ്ത് എന്ന് പറയുന്നത് എന്താ, ആർച്ചിൻ്റെ തിക്നെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെപ്ത് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ, ഇപ്പോൾ ഇതിലൊരു 22 കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത്ര അല്ലാതെ നമുക്ക് വരുന്നില്ലെങ്കിൽ പോലും ഇത്രയും ഭാഗങ്ങൾ നിങ്ങളിത് ഒരു ആർച്ച് ഇപ്പോൾ ഈ പിക്ചറോട് കൂടി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മനസ്സിൽ നിന്ന്
അത് പോവാതെ നിന്നോളും. അപ്പോൾ ആ പിക്ചർ നോക്കിയിട്ട് ഓരോ ഭാഗവും ഇന്നതാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതായത് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നമുക്ക് പറയാം. ആർച്ചിൻ്റെ ഇന്നർ കർവിനെ, ആ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക, ഇന്നർ കർവാണ്, അതായത് ഉള്ളിലത്തെ കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രഡോസ് എന്ന് പറയുന്നത്. ഔട്ടർ കർവിനെ നമ്മൾ എന്ത് പറയുന്നു, എക്സ്ട്രഡോസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ സെൻറ്ററിനെ നമ്മൾ കീ എന്നും അവിടെ ഉപയോഗിക്കുന്ന പോയിന്റ് കല്ലിനെ നമ്മൾ കീ സ്റ്റോൺ എന്നും, ആ സെൻറ്റർ പോയിന്റിനെ എന്ന് പറയുമ്പോൾ ഉള്ളിലത്തെ ഇന്നർ കർവിൻ്റെ സെൻറ്റർ പോയിന്റ് അല്ല കേട്ടോ, അതായത് ഔട്ടർ കർവിൻ്റെ എക്സ്ട്രഡോസിൻ്റെ സെൻറ്റർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രൗൺ എന്ന് നമ്മൾ പറയുന്നത്. എക്സ്ട്രഡോസിൻ്റെ സെൻറ്റർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രൗൺ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ടർ കർവിനെയാണ് നമ്മൾ എക്സ്ട്രഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രഡോസ് എന്താണെന്നുള്ളത് ഇപ്പം തന്നെ പഠിക്കുക, എക്സ്ട്രഡോസ് എന്താണെന്നുള്ളത് ഇപ്പം തന്നെ ആ പിക്ചർ നോക്കി മനസ്സിലാക്കി വയ്ക്കുക. കീ എന്താണ്, കീ സ്റ്റോൺ എന്താണ്, ക്രൗൺ എന്താണ്. പിന്നെ വോയിസർ, അതായത് ആർച്ചിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബ്രിക്കുകളെ നമ്മൾ പറയുന്ന പേരാണ് വോയിസേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഹോഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആർച്ചിൻ്റെ ഹാഫ് പോർഷൻ എന്ന് പറഞ്ഞാൽ എവിടെ തൊട്ട് എവിടം വരെ വരുന്നുണ്ട്, ക്രൗൺ മുതൽ സ്ക്യൂ ബാക്ക് വരെ വരുന്ന ആ ഹാഫ് പോർഷനെ പറയുന്ന പേരാണ് എന്തെന്ന്, ഹോഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ സ്ക്യൂ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഒരു ആർച്ച് തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിലെ സർഫസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ക്യൂ ബാക്ക് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെന്താ അബട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർച്ചുകൾ, ഇപ്പോൾ 2 ആർച്ചുള്ള വെച്ചെങ്കിൽ നമുക്ക് അതിൻ്റെ 2 അറ്റത്തുള്ളതിനെ നമുക്ക് അബട്ട്മെൻറ്റ് എന്ന് തന്നെ പറയാം. പിയർ തന്നെയാണ് ഈ അബട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് പുറത്ത് കൊടുക്കുന്ന പില്ലറുകളെ നമ്മൾ അബട്ട്മെൻറ്റ് എന്നും, ഉള്ളിലാണെങ്കിൽ നമ്മൾ അതിനെ പിയർ എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എത്ര പില്ലറുകളുണ്ട്, കുറേ പില്ലറുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അബട്ട്മെൻറ്റ് അറ്റത്ത് വരുന്ന 2 എണ്ണത്തിനെ നമ്മൾ അബട്ട്മെൻറ്റ് എന്നും ഉള്ളിൽ വരുന്നതിനെ പിയർ എന്നും നമ്മൾ സൂചിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. പിന്നെന്താണ്, സ്ക്യൂ ബാക്ക് പറഞ്ഞു, ഹോഞ്ച് പറഞ്ഞു, അബട്ട്മെൻറ്റ് പറഞ്ഞു. ഇനിയാണ് സ്പ്രിങ്ങിങ് പോയിന്റ്, അതായത് ഈ ആർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പില്ലറിൻ്റെ ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പ്രിങ്ങിങ് പോയിന്റ്. അപ്പോൾ സ്പ്രിങ്ങിങ് പോയിന്റ് എത്ര എണ്ണം ഉണ്ടായിരിക്കും, ഇതിലിപ്പോൾ 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഈ 2 സ്പ്രിങ്ങിങ് പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ് എന്ത് പറയുന്നത്, സ്പ്രിങ്ങിങ് ലൈൻ എന്ന് പറയുന്നത്. പിന്നെന്താണ്, സ്പാൻഡ്രിലാണ് പറയുന്നത്. അപ്പോൾ സ്പാൻഡ്രിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരേ പില്ലറിൽ നിന്ന് നമ്മൾ 2 ആർച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലേ, ആ 2 ആർച്ചുകളുടെ ക്രൗണുകൾ തമ്മിൽ യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ രൂപപ്പെടും. ആ ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പാൻഡ്രിൽ എന്ന് പറയുന്നത്. അടുത്തതിൽ എന്താ പറഞ്ഞത്, സ്പ്രിങ്ങർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പ്രിങ്ങർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സ്ക്യൂ ബാക്കിൽ നമ്മൾ ഫസ്റ്റ് വെക്കുന്ന ബ്രിക്കിനെ പറയുന്ന പേരാണ് എന്ത്, സ്പ്രിങ്ങർ എന്ന് പറയുന്നത്. സ്ക്യൂ ബാക്കിൽ നമ്മൾ ഫസ്റ്റ് വെക്കുന്ന ബ്രിക്കിനെ പറയുന്ന പേരാണ് എന്ത്, സ്പ്രിങ്ങർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ഇത്രയും ഭാഗങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു 4 എണ്ണം പഠിക്കുക എന്നുള്ളതല്ല, ഇത് മനസ്സിലാക്കി വെക്കുക. അതിനാണ് ഈ പിക്ചറോട് കൂടി നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. ഈ പിക്ചറിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് എന്തൊക്കെയാണ് എന്നുള്ളത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് മനസ്സിൽ വെക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളതൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം, കാരണം ഞാൻ 3-4 വട്ടം ഞാനിപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയം. ചോദിച്ചോളൂ. ചോദിച്ചോളൂ. പിയറും അബട്ട്മെന്റും പിന്നെ അത് ഭിത്തിക്കുള്ളിലും പുറത്തു വന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മളിപ്പോഴേ ഒരു ആർച്ച് ഡബിൾ ആർച്ചൊക്കെ കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഡബിൾ ആർച്ച് ത്രിബിൾ ആർച്ചൊക്കെ വരുന്ന സമയത്ത് പുറത്ത് കൊടുക്കുന്ന എത്രയായിക്കോട്ടെ, അതിൻ്റെ അകത്ത് ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാം പില്ലറുകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ അതിനെ മെൻഷൻ ചെയ്യണമെന്ന് മാത്രം. പുറത്ത് കൊടുക്കുന്ന 2 പില്ലറുകളെ നമ്മൾ അബട്ട്മെന്റ് എന്ന വാക്കുകൊണ്ട് നമ്മൾ അതിനെ മെൻഷൻ ചെയ്യണമെന്നേ ഉള്ളൂ. അതിൻ്റെ അകത്ത് വരുന്ന ഇതിനെ നമ്മൾ പിയർ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. എല്ലാം പില്ലറുകൾ തന്നെയാണ്, എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇപ്പം ഈ ഒരു ആർച്ച് ഇതിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പം ഇത് സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തൊരു ഒരു പില്ലറും കൂടി ഉണ്ടായിരിക്കുമല്ലോ. ഇതിൻ്റെ ഈ പകുതിയിൽ സ്പാൻഡറിൻ്റെ ഇപ്പുറത്തു കൂടെ വന്നിട്ടുള്ള ഒരു ആർച്ചിന് ഇവിടെ ഒരു പില്ലർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അറ്റത്തെ 2 പില്ലറുകളെ നമ്മൾ അബട്ട്മെന്റ് എന്ന് സൂചിപ്പിക്കും. നടുക്കിൽ കാണുന്ന ഇതിനെ, അതായത് ആ ഒരൊറ്റ പില്ലറിൽ നിന്നാണ് 2 ഇത് പോയിട്ടുള്ളത്. അപ്പോൾ ആ നടുക്കിൽ കാണിക്കുന്നതിനെ നമ്മൾ അതിനെ പിയർ എന്ന വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കും.
അറ്റത്തുള്ളതിനെ അതങ്ങനെ മെൻഷൻ ചെയ്യണമെന്നുള്ളൂ, എല്ലാം പില്ലറുകൾ തന്നെയാണ്. കാരണം അബട്ട്മെൻറ്റിലാണ് നമുക്ക് സ്ക്യൂ ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അബട്ട്മെൻറ്റിൽ നിന്ന് എൻഡ് പോയിന്റിൽ വന്ന് അവസാനിക്കുന്നുണ്ടല്ലോ. അപ്പോൾ 2 പില്ലറുകളെ അത് എണ്ണം കൂടുതൽ വരുമ്പോൾ അതിനൊന്ന് ഇന്നതാണെന്നുള്ളത് മെൻഷൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നതാണ്. അറ്റത്ത് കൊടുക്കുന്നതിന് അബട്ട്മെൻ്റ് എന്ന് പറയുന്നു. സെൻറ്ററിൽ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒരെണ്ണേ ഉള്ളൂ, 2 3 ഉണ്ടെങ്കിലും അതിനൊക്കെ നമ്മൾ പിയർ എന്ന വാക്ക് കൊണ്ട് സൂചിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. എല്ലാം പില്ലറുകൾ തന്നെയാണ്. ഓക്കെ, അതിൻ്റെ അളവിലോ കാര്യങ്ങളിലോ ഒന്നും വ്യത്യാസം വരണമെന്നില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ. 2 അറ്റത്ത് കൊടുക്കുന്നതിന് നമ്മൾ അബട്ട്മെൻ്റ് എന്ന വാക്ക് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആർച്ച് നമുക്ക് വരയ്ക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഭാഗങ്ങൾ. അങ്ങനെ ഓരോ ആർച്ച് വരയ്ക്കുമ്പോഴും ഇതിൻ്റെ ഭാഗങ്ങൾ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം, എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ബ്രിക്ക് ഇതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് എന്തായാലും 1 or 2 ക്വസ്റ്റ്യൻസ് എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനായിരിക്കും. ആർച്ചിൻ്റെ ഇന്നർ കർവിനെ എന്ത് വിളിക്കുന്നു, അല്ലെങ്കിൽ ഔട്ടർ കർവിനെ എന്ത് വിളിക്കുന്നു, സെൻറ്റർ പോയിന്റിനെ എന്ത് വിളിക്കുന്നു, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ വരാം. 1 or 2 ക്വസ്റ്റ്യൻ എന്തായാലും ഇതിൻ്റെ പാർട്സുകളിൽ നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്കിത് വരയ്ക്കാനുള്ളതാണ്, ആർച്ച് വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇത്രയും ഭാഗങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ആകെ നമുക്ക് വരുന്നത് 1 or 2 ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പക്ഷേ അത് അറിഞ്ഞിരിക്കണം, 1 മാർക്ക് പോയാൽ പോയത് തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഈ പിക്ചർ മനസ്സിൽ വെക്കുക, എന്നിട്ട് ആ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലങ്ങ് ഉറപ്പിക്കുക എന്നുള്ളതാണ്. ആർച്ച് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ടോ? ചോദിക്കാം. ചിലപ്പോൾ ആർച്ചിൻ്റെ എനി 5 പാർട്സ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ലിസ്റ്റ് എനി 5 പാർട്സ്, അതായത് 5 ഭാഗങ്ങൾ അതിനെക്കുറിച്ചിട്ട് എഴുതാൻ പറയാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 5 ഭാഗങ്ങൾ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇൻട്രഡോസ്, എക്സ്ട്രഡോസ്, ബാക്ക്, സോഫിറ്റ്, ഇതിൽ ഇത്രയും ഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഭാഗം 5 പാർട്സുകൾ എഴുതാൻ പറഞ്ഞാൽ ആ പാർട്സുകൾ എഴുതി വയ്ക്കുക. അങ്ങനെയും ചോദിക്കാം. ചോദ്യം ഏത് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വരാം. ആർച്ച് ഇനി വരുന്ന ആർച്ച്, അതുപോലെ റൂഫ്, അതുപോലെ സ്റ്റെയർ, ഡോറ്, വിൻഡോ, ഇതെല്ലാം പാർട്സുകൾ വരുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് കഴിയുമ്പോൾ ഇനി വരുന്നത് ഡോറാണ്. അപ്പോൾ ഡോറിലും ഇതുപോലെ കുറേ ഭാഗങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം, ഈ പിക്ചറിനെ നമ്മൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കുക. അതിനുശേഷം അതിൽ വരുന്ന ഭാഗങ്ങളെ നമ്മൾ മനസ്സിൽ അങ്ങനെ ഉറപ്പിച്ച് വയ്ക്കുക. അല്ലാതെ ഇത് കാണാതെ പഠിച്ചാലൊന്നും ഇത് നിൽക്കില്ല. ആ പിക്ചർ വെച്ചിട്ട് ഇതെവിടെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വെക്കുക. കാരണം ഇനിയിപ്പോൾ വരുന്നതിലെല്ലാം പാർട്സുകൾ വരുന്നുണ്ട്. ഡോറിലുണ്ട്, വിൻഡോയിലുണ്ട്, സ്റ്റെയറിലുണ്ട്, റൂഫിലുണ്ട്. ഇതിലൊക്കെ ഇഷ്ടം പോലെ ഇതുപോലെ തന്നെ 10, 22, 25 പാർട്സുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാതും കൂടി എന്താവരുത്, കൊളാബ്രിക്കേഷൻ ആവരുത്. അപ്പോൾ നിങ്ങളിത് ഈ ആർച്ച് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ വരണം. അതിൻ്റെ ഭാഗങ്ങൾ ഇന്ന ഭാഗങ്ങൾ ഇന്നതാണ് എന്നുള്ളത് പേരുകൾ. കാരണം എന്താ വെച്ചാൽ നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പേരുകളല്ല ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പിക്ചർ നോക്കി അതിനെ മനസ്സിലാക്കി വെച്ച് ഓർമ്മയിൽ സൂക്ഷിക്കണം. മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരു നിത്യോപയോഗം പോലെ ഉപയോഗിക്കുന്ന വാക്കുകളാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഡൗട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്പാൻഡ്രിൽ എന്ന് പറയുന്ന വാക്ക്, അപ്പോൾ അത് നമുക്ക് ആ പിക്ചർ മനസ്സിലുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ. എന്ത്, ഒരു പില്ലറിൻ്റെ മുകളിൽ നിന്ന് 2 ആർച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 ആർച്ചുകളുടെ ക്രൗണുകൾ തമ്മിൽ ഒരു ഇമാജിനറി ലൈൻ പാസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ രൂപപ്പെടുന്നു. അതിന് നമ്മൾ സ്പാൻഡ്രിൽ എന്ന് പറയുന്നു. ഓക്കെ. പിന്നെ നമ്മൾ ഹോഞ്ച്, ഒരു ആർച്ചിൻ്റെ സെൻറ്റർ മുതൽ, അതായത് ക്രൗണ് മുതൽ സ്ക്യൂ ബാക്ക് വരെ വരുന്ന ആ ഒരു ഹാഫ് പോർഷന് ഹോഞ്ച് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളതിനെ മനസ്സിലാക്കിയിട്ട് ഉള്ളിൽ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ നമ്മളത് ഒരിക്കലും മറക്കൂല. ഈ പിക്ചറും ആ ഭാഗങ്ങളും മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ തെറ്റിപ്പോകുന്നത് 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻട്രഡോസും സോഫിറ്റും പലപ്പോഴും പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാറുണ്ട്. എക്സ്ട്രഡോസും ബാക്കും. അതായത് ഇൻട്രഡോസ് എന്ന് പറയുന്നത് ഇന്നർ കർവിനെയാണ് നമ്മൾ പറയുന്നത്. എക്സ്ട്രഡോസ് എന്ന് പറയുന്നത് ഔട്ടർ കർവാണ്. അതായത് ആ വളവിനെ മാത്രമേ പറയുന്നുള്ളൂ. ആ
സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫിറ്റ് എന്ന് പറയുന്നത്. ഏത് സർഫസിനെ? ഇന്നർ സർഫസിനെ. ആർച്ചിൻ്റെ ഇന്നർ സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫിറ്റ് എന്ന്. ആ അടിഭാഗത്തെ പ്രതലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഔട്ടറിലും നമുക്ക് അങ്ങനെ ഒരു പ്രതലം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ആ പ്രതലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സോഫിറ്റും ബാക്കുമാണ്. അതായത് ബാക്ക് സൈഡ് എന്നുള്ളതിൽ ബാക്കുമാണ് വരുന്നത്. മറ്റേത് ഇൻട്രഡോസും എക്സ്ട്രഡോസും, അതായത് കർവാണ് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളതിനെ ഇങ്ങനെ മനസ്സിൽ നമ്മളതിനെ സൂക്ഷിച്ച് വയ്ക്കുക. അതായത് ഇത് കർവാണ്, അത് സർഫസാണ്, അതുപോലെ ഇത് ഹാഫ് പോർഷനാണ്, ഇത് സ്പാൻഡ്രൽ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ പോർഷനാണ്. 2 ആർച്ചുകൾ വരുമ്പോൾ മാത്രമാണ് അത് ഉണ്ടാവുന്നുള്ളൂ ആ ഒരു പോർഷൻ, അല്ലെങ്കിൽ അത് ഉണ്ടാകുന്നില്ല. അതുപോലെ ക്രൗൺ എന്താണ്, സ്പ്രിങ്ങിങ് ലൈൻ എന്താണ്, ഇമാജിനറി ലൈനാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളതിനെ ഓരോ ഈ ഒരു ആർച്ചിൻ്റെ ചിത്രത്തിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ പോയിന്റുകൾ വെക്കുക. ഇല്ലെങ്കിൽ അത് മറന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഈ വാക്കുകൾ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 2, 3, 4, 5 വട്ടമൊക്കെ പറയുന്നത്. അപ്പം നിങ്ങളും അതിനോടൊപ്പം തന്നെ ആ വാക്കുകളൊന്ന് റിപ്പീറ്റ് ചെയ്യുക. മനസ്സിൽ റിപ്പീറ്റ് ചെയ്താലും മതി. അപ്പോൾ അതൊന്ന് മനസ്സിൽ നിൽക്കും. അപ്പോൾ എവിടെയെങ്കിലും നമ്മളൊരു ഓപ്ഷനിൽ കാണുമ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ ഉത്തരം ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ അത് കാണുന്ന സമയത്ത് അത് ഇന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നേരത്തെ രാജേഷ് ചോദിച്ച പോലെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പം നമ്മൾ ഈ 5 എഴുതി വെക്കുമ്പോൾ ഒരൊറ്റ ലൈനൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? ഇപ്പോൾ ഇൻട്രഡോസ്, ഇന്നർ കർവിനെ നമ്മൾ ഇൻട്രഡോസ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു 5 എഴുതി വെക്കുമ്പോൾ ഒക്കെ ഒറ്റ ലൈൻ ഉണ്ടാവുള്ളൂ. ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം നമുക്കതിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? റഫായിട്ട് ഇതിൻ്റെ ഒരു ഫിഗർ അങ്ങ് വരച്ച് വെച്ചിട്ട് ആ ഭാഗങ്ങളൊന്നും അതിൽ അടയാളപ്പെടുത്തി വെക്കുക. അപ്പം നമുക്ക് കുറച്ച് 5 മാർക്ക് എന്ന് പറയുന്ന മാർക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒറ്റ ലൈനിൽ എഴുതിയിട്ട് 5 മാർക്കിനുള്ളത് ഒരു 5 പോയിൻ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ അതിൽ ഒരു 5 മാർക്ക് ഇടാനുള്ളതില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? റഫായിട്ട് അതിൻ്റെ ഒരു ഫിഗർ, അതിനു വേണ്ടി സമയം കളയാൻ പാടില്ല ഒരിക്കലും. അല്ലാതെ തന്നെ ഒരു പെൻസിൽ വെച്ചിട്ട് റഫായിട്ട് നമ്മൾ ഈ ആർച്ചിൻ്റെ ഒരു ചിത്രം വരച്ചിട്ട് ഏതാണ് നമ്മൾ എഴുതിയിട്ടുള്ള 5 ഭാഗം എന്നുണ്ടെങ്കിൽ ആ 5 ഭാഗം അതിലൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. അപ്പോൾ നോക്കുന്ന ആൾക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാവും, ഇയാൾക്ക് ഇതെന്താണെന്നുള്ളത് അറിയാം. അപ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് അവർ ഇട്ട് തരും. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 2.5 മാർക്ക് 3 കഷ്ടിയൊക്കെയാണ് അവർ ഇടുക. അത്രയും ഹാൻഡ് റൈറ്റിങ് നല്ല മാർക്കും ഇതൊക്കെ ആകുമ്പോൾ. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ പിന്നെയും കുറച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ മലയാളത്തിൽ എഴുതുമ്പോഴായാലും അപ്പോൾ ഈ ഒരു സ്കെച്ചും കൂടി നമ്മൾ അതിൻ്റെ കൂടെ വരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ്, മാർക്കും കൂടുതൽ കിട്ടാൻ സാധ്യതയാണ്. പക്ഷേ സ്കെച്ച് വരയ്ക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞ് അതിൻ്റെ മുകളിൽ സ്കെയിലും പെൻസിലും വെച്ചിട്ട് ഇരുന്ന് കോമ്പസും വെച്ച് ഇരുന്നിട്ട് സമയം കളയുന്നതിൽ അർത്ഥമില്ല. റഫായിട്ട് കുറച്ച് നീറ്റായിട്ട് റഫായിട്ട് തന്നെ വെറുതെ വരച്ചാലും മതി. ഓക്കെ. അപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. പിന്നെ നമ്മൾ ഇത്രയും ഭാഗങ്ങൾ തന്നെ. ഞാൻ അടുത്തത് ക്ലാസിഫിക്കേഷനാണ് വരുന്നത് ആർച്ചിൻ്റെ. അത്ര തന്നെ ഉള്ളൂ നമുക്ക് ഈ ആർച്ചിൻ്റെ പാഠത്തിൽ പഠിക്കാനായിട്ട്. ഈ ഭാഗങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ആർച്ചിൻ്റെ ക്ലാസിഫിക്കേഷനും. ഈ 2 ക്വസ്റ്റ്യനാണ് നമുക്ക് ചോദിക്കാനുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് 1 വേർഡ് ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടി വന്നാൽ അത് 2, 3 ഒക്കെ, അതിലും കൂടുതലില്ല. പക്ഷേ എങ്കിൽ പോലും ആ മാർക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്നതാണ്. കാരണം ഇതിൻ്റെ പിക്ചർ ഉണ്ട് അല്ലേ? അപ്പോൾ ആ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് അതിലത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഈ പിക്ചറൊന്ന് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കുക.